ഹലോ ഗായ്സ്, അപ്പൊ നമ്മളെ പുതിയ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മള് വ്ളോഗൊക്കെ ഇട്ടിട്ട് കുറച്ച് കാലമായിട്ടോ, കുറച്ച് കാലമായി അതന്നെ. അപ്പോ നമ്മള് ഇത് കഴിഞ്ഞിട്ടൊരു വ്ളോഗ് വരാണ്ടേ, എന്തൊടും ഇങ്ങനെ കിട്ടുന്നത്. അപ്പൊ ഇത് കഴിഞ്ഞിട്ട് നമ്മളെ പ്ലേ ബട്ടൺ അൺബോക്സിങ് വ്ളോഗ് വരാണ്ട് കേട്ടോ. അപ്പൊ നമ്മള് ഞങ്ങടെ കഴിക്കോ എന്തൊക്കെ പരിപാടി എന്താണ് നമ്മള് ഗോകാത്തിങ്ങിന് പോവാന് കിട്ടണോ അവൻ തിരക്കാൻ തോന്നുന്നു. എന്ത് എപ്പൊ പറയല് തുടങ്ങിയതാ ഗോകാത്തിങ്ങോ? എടാ ചെങ്ങായി അപ്പനതിൽ കയറ്റി 2 റൗണ്ട് പിടിക്കുന്നുണ്ട്. ആദ്യം ബാസ്കറ്റ്ബോൾ ഒരു തേങ്ങ അറിയില്ല, എത്ര നേരെ എറിഞ്ഞ് ലാസ്റ്റ് ഒരു വീഡിയോയിലിട്ട് കിട്ടി. എത്ര എറിഞ്ഞു അവിടെ പോയിട്ട് എത്ര എറിഞ്ഞു? എപ്പോഴെല്ലാവർക്കും ശരിയാവുന്നില്ല. ശരിയായിട്ടേ ഇല്ല. ചിലത് ശരിയാവും, ചിലത് ശരിയല്ല. നമ്മള് ശരിയല്ല. എന്ത് വീഡിയോ നമ്മളതല്ല പറയണേ. ജസീം പറയാ ഇഷ്ടം പോലെ. അപ്പൊ നമ്മള് വ്ളോഗ് കാണുന്നതിന് മുമ്പ് നബീലിന്റെയും ബാസിലിന്റെയും വ്ളോഗ് കാണണം, എന്നാലേ ഉള്ളൂ ഒരു കണക്ഷൻ കിട്ടുക. കാരണം നബീലിന്റെ വ്ളോഗില് നമ്മൾ ഇങ്ങോട്ട് വരുന്നത്, ബാസിലിന്റെ വ്ളോഗിലും ഇങ്ങോട്ട് വരുന്നുണ്ട് അല്ലേ? ബാസിലിന്റെ വ്ളോഗിലും രണ്ട് പാർട്ട് 2 കഴിഞ്ഞിട്ട്. അതെ, മറ്റേ കാലത്ത് ആയിത്തോ. അപ്പൊ അതൊക്കെ കണ്ടിട്ട് ഇത് വന്ന് 11 മണിക്ക് 3 മണിക്ക് തുടങ്ങിയ ട്രിപ്പ് എന്തുകൊണ്ട് 12 മണിക്ക് വയനാട് എത്തി എന്നുള്ളത് ഈ 2 വ്ളോഗ് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകും. അതായത് ഇന്നലെ നമ്മൾ ഉറങ്ങാൻ വന്ന മാതിരി, പക്ഷെ നമ്മൾ ഉറങ്ങിയില്ല. നമ്മൾ 5 മണിക്ക് ഉറങ്ങിയത്. 10 മണിക്ക് എണീറ്റ് നമ്മള് പൂളിൽ ചാടി ഇത് കളിച്ചു അല്ലേ. നമ്മൾ പൂളില് ഞങ്ങളേതായിട്ടുള്ള ഒരു ഗെയിം ഇറക്കി. അതെ, അപ്പൊ അതൊക്കെ പോയി കണ്ടിട്ട് നേരെ ഈ വ്ളോഗ് കാണാറാം. ജസീമിന്റെ വ്ളോഗിൽ ഫസ്റ്റ് അല്ലേ അല്ലേ? എന്താ പറയാ നമ്മളെ പ്രേക്ഷകര് എന്നെ ഫസ്റ്റ് ആയിട്ടായിരിക്കും കാണുന്നത് വ്ളോഗില്. കാരണം വെച്ചാല് ഞാൻ ബിസിയാണ്. പ്രത്യേക സാഹചര്യങ്ങൾ കാരണം ഞാൻ ഇവിടെ നാട്ടിലില്ലാത്തോണ്ടും കാരണം എനിക്ക് എത്താൻ പറ്റിയിട്ടില്ല വ്ളോഗിൽ. അപ്പൊ എല്ലാരും വ്ളോഗ് തുടർച്ചയായി കാണാം. നമ്മള് കുറച്ച് ദിവസം ഇനി വ്ളോഗിലൊക്കെ ഉണ്ടാവും. ജസീം കുറച്ച് ദിവസം വ്ളോഗിൽ ആടി പാടി ചാടി ഇങ്ങനെ നിക്കും. ട്രിപ്പ് അടിപൊളിയായിരുന്നു മുത്തേ. കഴിഞ്ഞില്ല, ട്രിപ്പ് തുടങ്ങിയിട്ടുള്ളൂ. ഇവനൊക്കെ എന്താ പറയാ, ആൾക്കാര് വേറെ വിചാരിച്ചിട്ടോ എന്റെ ഒരു എടുത്തോ മറിച്ചോ കണ്ടിട്ട്. എന്താ വെച്ചാല് സ്വിമ്മിംഗ് പൂളില് നേരത്തെ ഇപ്പം പറഞ്ഞ പോലെ മറ്റേ വ്ളോഗ് ഉണ്ടെങ്കിൽ മനസ്സിലാവും. സ്വിമ്മിംഗ് പൂളിൽ നമ്മള് കളിച്ചിട്ട് ഫുഡ് എന്താ, ഞാൻ ഗെയിമിന്റെ പേരെന്താ സൽമാനെ? ഗെയിമിന് പേരൊന്നും ഇല്ലല്ലേ? നമ്മളെന്നെ അപ്പൊ തുടങ്ങിയിട്ട പേരാണ്, തുടങ്ങിയിട്ട കളിയാണ് ബോളിംഗ് പൂൾ. അപ്പൊ അത് കളിച്ചപ്പത്തിന് ആകെ കുഴഞ്ഞി. അതാണ് ഇപ്പൊ ആർക്കും ഒരു എനർജി ഇല്ലാത്ത. അല്ല, നല്ല സുഖമുണ്ട് ക്ലാസ് പറഞ്ഞിട്ടേ. എല്ലാം കിട്ടും. ഹലോ, കിട്ടിയില്ലേ? കിട്ടിയില്ലേ ഷെമിക്ക്? പുറത്തിങ്ങനെ തലട്ടാലേ പുറത്തുനിന്ന് ആൾക്കാർ ഇങ്ങനെ കാണും, കുട്ടികളൊക്കെ. നീ ആൾക്കാരുടെ ചേരി എന്ത് രസാ കാണാന്. എന്താ അറിയോ, അല്ല നമ്മള് വലിയ യാത്രയില്ലേ, അങ്ങനല്ല. ഗ്ലാസ് നിങ്ങള് AC ഇട്ടിരിക്കുന്നത് ഭയങ്കര കുറച്ച് അടങ്ങാറ്. അപ്പൊ ഗ്ലാസ് പുറത്ത് കിട്ടും, നാച്ചുറൽ കാറ്റ് കിട്ടണം. അല്ല, ഗ്ലാസ് പുറത്ത് കിട്ടില്ല, സോറി, ഗ്ലാസ് അതിന് തല പുറത്ത് കിട്ടിട്ട് നല്ല കാറ്റ്. ഇജെന്താ പറയണേ? ഇവിടെ വലിയൊരു വിഷയം ഇറങ്ങാൻ ഒരു കോപ്പ്. ഞാന് പറ, എന്റെ ചിരി ക്യൂട്ടാണോ? എടാ അങ്ങനൊന്നുമില്ല, എടാ അങ്ങനൊന്നും ഇല്ല. എടാ എല്ലാരും രസം, എല്ലാരും അടിപൊളിയാണ്. അതിന് ഇങ്ങനെ ഒരാൾ ഇതെന്താ അറിയോ, ഇത് ക്യൂട്ടായിട്ടൊന്നുമല്ല, അത് ഊക്കാണ്. അത് മനസ്സിലാക്കങ്ങള്. ഇന്റെ ചിരി ക്യൂട്ടായിട്ടൊന്നുമല്ല, ഇതിന്റെ ഊക്കാണ്. ഇവ കൊണ്ട് അപ്പൊ ഈ ട്രോളൊക്കെ ഉണ്ടാക്കുന്ന ആൾക്കാർ ഇതിന്ന് നിയാലിക്കാന്റെ ക്യൂട്ട് ചിരിയൊക്കെ എടുത്തൊരു വീഡിയോ ഒക്കെ ഉണ്ടാക്കാം അല്ലെ? അല്ല സൈക്കോ അല്ലേ? ഒന്നുമില്ല, ക്യൂട്ട് സ്മൈൽ മാത്രം. ഞാനെ കാണുമ്പോ ഒരു പോസിറ്റീവാണ്. എന്ത് എപ്പോഴും ചിരിയാണ്. എന്താ പറയാ, അത്രേ ഉള്ളൂ. എനിക്ക് ഞാലിന്റെ ചിരിയാണ് ഭയങ്കര.
അല്ല കാര്യം നിയാൽ എന്താ അറിയോ നമ്മളിപ്പോ എന്ത് സങ്കടപ്പെട്ടിട്ടാണെങ്കിലും നിയാലിന് അങ്ങനത്തെ സങ്കടങ്ങളൊന്നും ഇല്ല തോന്നും. സങ്കടങ്ങൾ ഉണ്ടാവാം. അല്ല ഞാൻ പറയട്ടെ, എന്തെങ്കിലും നമുക്ക് ബാഡ് അടിച്ച് നിൽക്കുകയാണെന്നുണ്ടെങ്കിലും നിയാലിനൊരു കുഴപ്പമുണ്ടല്ലോ, ഫുൾ പോസിറ്റീവ്, ഒച്ചപ്പാടും ചിരിയും പൊട്ടിച്ചിരിയും. ആ ബോസ് ഒറ്റ എന്നിട്ടേ അതാണ് കോമഡി. ഇന്നലെ നിയാലിനെ നമ്മൾ എത്ര പോസ്റ്റ് ഇട്ടാലോ 3 മണിക്കൂർ 4 മണിക്കൂർ. എന്നിട്ട് നിയാൽ എന്താ പറഞ്ഞാലോ, ആ അതല്ല നിയാൽ എന്താ പറഞ്ഞാലോ, നിങ്ങൾ പോസ്റ്റ് ഇട്ട് കുഴപ്പമില്ല ഒന്നും പറയില്ല. ബോസ് പറഞ്ഞേ ഞാൻ ഒരു എന്താണ് പോകുമ്പോ ചായ കട നിർത്തി ഒന്ന് ചായ കുടിച്ചണം. ഓൻ 3-4 ചായ കുടിച്ചിക്കണ്, പക്ഷെ നമ്മളെ കൂടെ ചായ കുടിച്ചണം. നല്ല ടോപ്പാക്കല്ലേ. നിയാലിനെ കുറിച്ച് ഉള്ള പറയില്ല ഗൈസ്, ഇന്നതൊക്കെ ഫേക്കാണ്. ഞാൻ സത്യം പറഞ്ഞ കേട്ടോ, നിയാലിന്റെ അടുത്ത് കുറച്ച് പോസിറ്റീവ് എനർജി വേറെ തന്നെ. നിയാല് ഒരു നായിയാണ് ഗൈസ്. ഇവനെ ഈ വ്ളോഗിന്റെ പേര് നിയാലിന്റെ 101 സവിശേഷത. അതാണ് വ്ളോഗിന്റെ പേര്. നിയാലിക്ക എന്താണ് അപ്പൊ നമ്മൾ ഇനി പോണത് ഗോ കാർട്ടിങ്ങിനാട്ടോ. അപ്പൊ ഗോ കാർട്ടിങ്ങിന് പോയിട്ട് മറ്റേ വണ്ടിയിൽ വരുന്നുണ്ട്. അപ്പൊ നമ്മള് അവിടെ പോണെന്ന് കൊറേ നിയാലിനെ അയച്ചെന്നില്ലേ, അവിടുത്തെ ആരോ സ്റ്റോറി എന്തോ അയച്ചെന്നില്ലേ നാളെ. ഇന്നലെ വരെ തൃശ്ശൂരുള്ള ഏറ്റവും വലിയ ഗോകാട്ടിങ് നിയാലിന്റെ അറിവില് ഇന്നിപ്പോ വയനാടായിട്ടുണ്ട്. ഇനി വേറെ ഗോകാട്ടിങ് കാണുമ്പോൾ ഹൈലൈറ്റ് മാള്. അപ്പൊ എന്തായാലും നമുക്ക് അവിടെ പോയിട്ട് കാണാം. അപ്പൊ നമ്മള് ഗോകാട്ട് ചെയ്യാൻ വേണ്ടിട്ട് ഇവിടെ എത്തിട്ടോ. അതാണ് നമ്മൾ ട്രാക്ക്. ഇതാ ചെക്കന്മാരൊക്കെ എത്തിയിട്ടുണ്ട്. ബാസിനെ പോണ്ടേ? ഇന്ന് കുത്തി പൊളിച്ചു. എടാ ഇടുക്കി ആൾക്കാരെ ഇടുക്കിയോ ആയിക്കോട്ടെ, നമുക്ക് 3 ആക്കും പോസ്റ്റ് ചെയ്യാം. കാണാട്ടോ. നിയാല് പറഞ്ഞു, നിയാല് പ്രോ ഡ്രൈവറാന്ന് പറഞ്ഞു. ആയിക്കോട്ടെ. അപ്പൊ എന്തായാലും എവിടെ ഹായ് എനിക്ക് എത്ര വയസ്സായി? എനിക്ക് എത്ര വയസ്സായിക്കണേ? എനിക്ക് 9. അവനക്ക് പറ്റൂല. 18 മിനിമം 18 വയസ്സാണ്. ഓടിച്ചുകൊണ്ടോ? എങ്ങനെയുണ്ട്? സൂപ്പറാ. നിന്റെ പേരെന്താ? വീഡിയോസ് ഉണ്ടാവാ, പേര് അറിയണം. ഗൂഗിൾ പേ. അപ്പൊ എന്തായാലും നമുക്ക് ട്രാക്കൊക്കെ ഇറങ്ങി വെക്കട്ടോ. ചെക്കന്മാരൊക്കെ എത്തിയിട്ടുണ്ട്. എന്ത് സംഭവം? നമ്മളെ മരിച്ചാലും മരിച്ചാലും എന്ത് പറ്റിയാലും ഇതെന്താ വെച്ച് കഴിഞ്ഞാല് നമുക്ക് എന്ത് പരിക്ക് പറ്റിയാലും പ്രശ്നങ്ങളില്ല, നിയാലിന് എന്ത് പറ്റിയാലും കുഴപ്പമില്ല എന്നാണ് പറഞ്ഞത്. അപ്പൊ അങ്ങനെ നിയാലമ്മ എല്ലാവരും പേരും സ്ഥലവും ഒപ്പൊക്കെ ഇട്ട് കൊടുത്ത് അതിന്ന് എന്ത് കുതിര വിട്ടാലും പ്രശ്നങ്ങളില്ല അല്ലേ? ആ പ്രശ്നമില്ലല്ലോ. അപ്പൊ ഞാനെന്നെ ഇടിച്ചിടും. ഞാനെന്നെ ഇടിച്ചിട്ടൊന്നും കുഴപ്പമില്ലല്ലോ. നമുക്ക് എന്റെ അമ്മച്ചിനോട് പറഞ്ഞു കൊടുക്കും. എന്റെ അമ്മച്ചിനോട് പറഞ്ഞു കൊടുക്കൂ. ഉമ്മനോട് പോയി പരാതി പറയും. അതപ്പൊ ഉണ്ടാവുക. അപ്പൊ പറഞ്ഞിട്ട് ഞാൻ അമ്മനോട് പറഞ്ഞു കൊടുക്കുന്നു. കാരണം തോൽക്കാനാണെങ്കിൽ വെറുതെ കളിച്ചണ്ട. ഇന്നലെ രാത്രി 4 മണി കളിച്ച് തോറ്റു കുത്തിരിക്കാണ്. നമ്മള് മത്സരിക്കണ നമ്മള് 3 ആൾക്ക് പറയണേ. ഈ മത്സരം തുടങ്ങണേനും അവസാനത്തിന് മുമ്പ് എന്തെങ്കിലും പറയണ്ടോ? ഞാൻ എഴുതി എന്തെങ്കിലും പറയണ്ടോ മത്സരം തുടങ്ങണേനും? എനിക്ക് കുഴപ്പമില്ല, ഡയലോഗൊന്നുമില്ല, നേർക്ക് നേര്. നിയാലെ ഡയലോഗ് 100. ഇന്നലെ എന്നോട് ഫുള്ള് ഡയലോഗ് പബ്ജി ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യിപ്പിച്ചിട്ട് ഫുള്ള് തോറ്റ്. അല്ല ഇവന്റെ മോന് കാണാൻ വയ്യൊക്കെ തോറ്റ് കഴിഞ്ഞാല് ഞാൻ വിട്ടുകൊടുത്തുള്ള ഇന്ന് ഞങ്ങള് ഓരോ കണ്ടോണ്ടിട്ടോ. തോറ്റ് കഴിഞ്ഞാല് പ്രശ്നമൊന്നുമില്ല. ഫസ്റ്റ് ഞങ്ങള് 3 ആൾക്കാര്, ഇജും ജസീമും. ഞാൻ എന്തായാലും ജയിക്കും. ബാസില് 1000 റുപ്യന്റെ ഡയലോഗ് 10 പൈസന്റെ കളിയാണ്. ബാസില് പറയും സെവൻസ് ഇറങ്ങി ഇന്നാല് കട്ട പോസ്റ്റ് ഇറങ്ങ്, അല്ലെങ്കിൽ ചെറിയ പോസ്റ്റ് തൊള്ള നിർത്ത്, ഗ്രൗണ്ട് ഇറങ്ങ്. ഇത് എനിക്ക് എക്സ്പീരിയൻസ് ഉള്ള ആയിക്കോട്ടെ. ഓക്കെ ഇറങ്ങ്. നല്ല ടൈമർ ഇറങ്ങ്. ജീവന് പേടില്ല എന്നുള്ള അവിടെ എഴുതി കൊടുത്താണ്. ഞാൻ എഴുതി കൊടുത്തു. എഴുതി കൊടുത്തു. എനിക്ക് പേടിയുണ്ട് ജീവന്. വാശിയേറിയ മത്സരമായിട്ട് കാണാൻ പോണത്. അസുർ പറയണ്ട, അസുർ ജയിക്കും. ബാസിലേ അങ്ങോട്ടില്ല തോറ്റ് കഴിഞ്ഞാൽ എന്ത് തരും? എനിക്ക് ഒന്നും തരുന്നില്ല, സമ്മതിച്ചു. ഞാൻ പറഞ്ഞേ, ഞാൻ തോറ്റ് കഴിഞ്ഞാൽ ചോദിക്കണം എന്തും തരുന്നു. പക്ഷെ അതേ മരിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെയല്ല,
ഇല്ല നിങ്ങളൊക്കെ ചെയ്തോ ചെയ്തോ ഇല്ല. ഇത് മറ്റേതാ ബാസിലെ ഈ തട്ടിപ്പോയി കഴിഞ്ഞാലും കുഴപ്പമില്ലാന്നല്ലോ ആ ബാസില് സീനില്ലാന്നാണ്. അർഷ് പിന്നെ ഓൾറെഡി ചെയ്തതാണ്. ആരപ്പോ ഒന്ന് ചെയ്തിനത്? റാസ്ബെറി ബാസിലിന് അശോക് കൺസെന്റ് ലെറ്റർ ഒക്കെ എഴുതണവരെ എഴുതണേ. എടി ഞാനിവിടെ വയനാട്ടിലെത്തിയിട്ട് 2 ദിവസമായിട്ടോ ഇന്നേക്ക്. അതുകൊണ്ട് തന്നെ നിനക്ക് എന്നെ മിസ് ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് നല്ലപോലെ അറിയാം. പക്ഷെ നീ ടെൻഷനൊന്നും അടിക്കണ്ട. ഇക്കു വന്നാലും വന്നില്ലെങ്കിലും നിന്റെ മനസ്സിൽ ഇക്കു ഇടം പിടിച്ചു എന്നുള്ളൊരു കാര്യം എനിക്കറിയാം. അതുകൊണ്ട് ഇക്കു ഇപ്പം നിർത്തുകയാണ്. എല്ലാവരും വീഡിയോ എടുക്കുന്നുണ്ട്. 8/6 ഇക്കു ഇപ്പം എഴുത്ത് നിർത്തുകയാണ്. കാരണം ഡേറ്റ് ഒക്കെ എഴുതിയാണ്. ഞാൻ എന്തായാലും ഇത് അയക്കാം. എപ്പം നശ്വമോളുടെ അടുത്ത് ഈ ഒരു ലെറ്റർ എത്തും എന്നുള്ളൊരു കാര്യത്തിൽ ഇക്കൊക്കെ ഉറപ്പില്ല. പക്ഷെ എന്തായാലും ഇക്ക ഒപ്പൊക്കെ ഇടുന്നുണ്ട്. ഞാൻ നടുവത്ത് ബാസിൽ എന്തായാലും ഒപ്പം നിൽക്കാൻ വിചാരിച്ച തന്നെ ഇരിക്കണം. ആ നടുവത്തെ ഇരിക്കുള്ളതാണ്. അപ്പൊ അസുർ പറയണ നടുത്ത് അസുറുള്ള അനക്കേതാ സൈക്കോ ഏതാ അനക്കും നടുത്താ നീയാലേ ജിതിലേല നിക്ക ആ അപ്പൊ ജോ അന്റെ ഐറ്റോ ഞാലിജ് തോറ്റല്ല സൈക്കത്ത് തോറ്റാൽ എന്താ ചെയ്യാറിയോ മറ്റേ റീലർക്കും വീണതല്ലേ കണ്ടിട്ടുള്ളൂ. എതിരാളികളെ ഫേക്ക് ചെയ്യണം. കാണികൾ കാണാൻ പോകുന്നത് നമ്മള് പ്രവർത്തിക്കണുള്ളൂ. ഒന്നും പറയണില്ല, വാഗ്ദാനങ്ങളൊന്നും തരുന്നില്ല. നമ്മള് പ്രവർത്തിച്ച് കാണിച്ചു കൊടുക്കും. ബാസിലിന്റെ മൂഡ് എന്താ വെച്ച് കഴിഞ്ഞാല് വണ്ടർലത്തെ മറ്റേ കാറുണ്ടല്ലോ ബമ്പർ കാറ് അത് വിചാരിച്ച് വരികയാണ്. കാർട്ടിങ് വേറെ എന്നുള്ളത് കാർട്ടിങ്ങിൽ എങ്ങനെ ഡ്രിഫ്റ്റ് ചെയ്യാറ് ഒന്നിച്ച് അറിയണ്ട. കണ്ടാ മതിയോ കാണിച്ചു തന്നാ മതിയോ? എത്ര സ്പീഡ് ഉണ്ടാവും? മാക്സിമം എത്ര സ്പീഡിലാവും? ഒന്നും ഞാൻ പറയണില്ല. അതായത് എന്റെ ഉദ്ദേശം പറഞ്ഞാല് നമ്മളെ ഐഡിയകളും കാര്യങ്ങളും എനിക്കിതിനെ പറ്റി ഒന്നും അറിയില്ല. അങ്ങനെ മനസ്സിലാക്കിയാൽ മതി. ശരിക്കും ഒന്നും അറിയില്ല, മനസ്സിലായോ? ഒന്നുമല്ലോ ജോ, ഒന്നുമല്ല. എന്റെ ലാപ് ടൈം ഉണ്ടല്ലോ ഇന്ത്യന്റെ 2 ഇരട്ടി ലാപ് ടൈം. അതായത് ഇച്ച് ഫിനിഷ് ചെയ്യണീന്റെ ഒറ്റ ചോദ്യം, ഞാൻ 10 സെക്കൻഡിലാണെന്നുണ്ട് 20 സെക്കൻഡിലൊക്കെ ഫിനിഷ് ചെയ്യാം. ഒറ്റ ചോദ്യം അല്ല ഒറ്റ ചോദ്യം. ഇതിൽ ഫസ്റ്റ് അടിക്കുക എങ്ങനെ? ഇതിൽ ഫസ്റ്റ് അടിക്കുക എങ്ങനെ? റൗണ്ട് ഫസ്റ്റ് ഫിനിഷ് ചെയ്യണം. അതിലല്ല അല്ല ഇവിടെ പിന്നെ സൽമാൻ പറയും. അതല്ല ജോ നബീലെ ഇതിലെങ്ങനെ ഫസ്റ്റ് അടിക്കുക? ഫസ്റ്റ് എങ്ങനെ അടിക്കുക? ഫസ്റ്റ് ജയിച്ചാല് ആദ്യം ഇതിലെങ്ങനെ ഫസ്റ്റ് അടിക്കുക? ഇത് ടൈമിംഗ് അനുസരിച്ചല്ല. അടുത്ത ആള് ഇതിലെങ്ങനെ വെച്ച് കഴിഞ്ഞാല് 2 സിസ്റ്റം ഉണ്ട് ആക്ച്വലി. ഒരു സിസ്റ്റം എങ്ങനെ വെച്ച് കഴിഞ്ഞാല് 6 ലാപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ ബാക്കിയുള്ള ഒരിലേറെ ഒറ്റ ലാപ്പ് നമ്മൾ ടൈം ഒരിലേറെ മുന്നേക്ക് എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ജയിക്കും. എത്ര ഫസ്റ്റ് ഫിനിഷ് ചെയ്തിട്ടും കാര്യമില്ല, ലാപ്പ് ടൈം ഏറ്റവും ടോപ്പ് ഉണ്ട്. ഇവിടെ ലാപ്പ് ടൈം ഇല്ലേ? ടി വിയിലല്ലേ? ഇവിടെ എങ്ങനെയാ വെച്ചാല് ഇവിടെ എങ്ങനെയാണ് ആരാണ് കൂടുതൽ ലാപ്പ് ഇതാക്കണ പോലല്ലേ ജയിക്കുക? ലാപ്പ് ടൈം ഇല്ലല്ലോ, ലാപ്പ് ടൈം ഇല്ല. അല്ല വേണ്ട. ജോർജിയയിൽ ഞങ്ങൾ പോകാടിക്കുന്നു വരും. അവിടെ ലാപ് ടൈം അത് ഞാൻ ഇവിടെ ജോർജിയ ഇല്ല, ഹൈലൈറ്റ് ഇല്ല. ലാപ് ടൈമോ സ്ക്രീൻ ആ അങ്ങനെയല്ല അത് കാണിച്ചു കൊടുത്താ. ലാപ് ടൈം എന്റെ ഫോണിലില്ലേ? അപ്പൊ ആരും സ്കിപ്പ് ചെയ്യരുതിട്ടോ. വമ്പ മത്സരമാണ് കാണാൻ പോണത്. കണ്ടേ ഓരോരുത്തർ കണ്ടില്ല കണ്ണൊക്കെ. യെസ് ആ എന്താണ് ഞാൻ ബല കാര്യത്തിലാണ് ഹാപ്പി ആയത്. അത്രയും പൈസ കൊടുത്തിട്ട് വണ്ടി കൂട്ടിട്ട് കാക്ക കുറച്ച് സ്പീഡ് കാക്ക സ്പീഡ് കൂട്ടി. കാക്ക പോക്ക് താത്ത ഒരു താത്ത ധരിച്ചു പോണ്. ആ ബാസിലിനോടെ എനിക്ക് റേസിംഗിൽ ഏറ്റവും കൂടുതൽ സ്റ്റാർ വെച്ച് ലെബ്രോൺ ജെയിംസ്. പ്രതികരിക്കുന്ന കേരളമേ. നമ്മള് മുമ്പ് തോന്നല്ല.
എനിക്കറിയില്ല. ഇല്ല, എനിക്കറിയില്ല. അതാ പറഞ്ഞത്. നമ്മളെന്താ എതിരാളികൾക്ക് നമുക്കൊന്നും അറിയില്ല എന്നുള്ളതാണ്. അതാണ് നമ്മളെ കോൺഫിഡൻസ്. ഇപ്പൊ അവന്റെ തൊള്ള 100 പ്രവൃത്തി പൂജീകാരം. അതായത് ഫുൾ ഹൈ കോൺഫിഡൻസിലാക്കണത്. അതാണ് നമ്മളെ ഞാൻ പറയുമ്പോ ബാസിലുണ്ടല്ലോ ബാസില്ല ആ കുട്ടിയാണ്. ഞാൻ പറയുമ്പോണ്ടല്ലോ ബാസിലെ തൊള്ളയിലും 100 ഇട്ട് ലാസ്റ്റ് അതിലും ഉണ്ടാവും. ഇല്ല തൊള്ളയിലും 100 തൊള്ള 100 ഇട്ടും എപ്പോഴും റിങ് ഇറങ്ങി വന്നിട്ട് ഇന്നെന്താ വെച്ചാല് ഞാൻ പറയാം, ഞാൻ തൊള്ളട്ടിക്കണെന്നുണ്ടെങ്കിൽ അതെന്താ ഞാൻ തൊള്ളട്ടിക്കണേ, അത് ശരിയാണ് ബസ്സിലെ, ഞാൻ തൊള്ളട്ടിക്കണേ. പക്ഷെ ഇന്ന് പോർച്ചുഗലിനോട് ലെമയമാല് തൊള്ളട്ടാണ്. കളി 100 തൊള്ള 100. മനസ്സിലായോ? ക്രിസ്ത്യാനോ പേടിച്ചിക്കണം എന്തായാലും. എന്തിനു പേടിച്ചിന്? ക്രിസ്ത്യാനോക്ക് എന്ത് പേടി? അല്ലാന്നുണ്ടെങ്കിൽ ഇതിന്റെ പോസ്റ്റ് ഒക്കെ ക്രിസ്ത്യാനോക്ക് എന്ത് പേടി? ക്രിസ്ത്യാനോക്ക് പേടില്ല. എന്തിനു പേടിക്കണേ? ക്രിസ്ത്യാനോക്ക് പേടിയുണ്ട്. അത് വെച്ചാൽ നമ്മള് സൈക്കോളജിക്കലി ചിന്തിക്കണം. നമ്മള് എന്റെ മെന്റലി ഉള്ള സാധനം നോക്കണ്ട. മെന്റലി ഓൺ ടോപ്പാണ്. പക്ഷെ ഫിസിക്കലി നമ്മൾ ഒരു കാര്യം നോക്കണം. 40 വയസ്സുള്ള ഒരാള് 18 വയസ്സുള്ള ഒരാളായിട്ട് സ്റ്റാമിനയും കാര്യങ്ങളൊക്കെ വെച്ച് പിടിച്ച് എന്തെന്നെ ആയിക്കോട്ടെ, ക്രിസ്ത്യാനോ ഒറ്റ കളിച്ചു ഒപ്പം കളിച്ചാൽ ക്രിസ്ത്യാനോ സപ്പോർട്ട് അർജന്റീനല്ല ഇന്ന് അർജന്റീനയാണ്. സ്പെയിനെ നിങ്ങളെ സ്പെയിൻ ജയിച്ചോ? ഇന്ന് സ്പെയിൻ ജയിക്കോ എന്തായാലും 100%. സ്പെയിൻ ജയിക്കുന്നു. പോർച്ചുഗലിന് അർജന്റീന ഫാനാണ്. ട്രോൾ ഉണ്ടല്ലേ കീരിക്കാടൻ ജോസിന്റെ കണ്ട പ്രശ്നമുണ്ടോ? കണ്ട പിന്നെ വിഷ്വലിന് ചിലപ്പോ പ്രശ്നമായിക്കാരം. സിനിമത്തെ വിഷ്വലല്ലേ. അപ്പൊ അങ്ങനെയാണ് നമ്മളെ കളി വരുന്നത്. അപ്പൊ ഇന്ന് പോർച്ചുഗൽ കപ്പ് അടിച്ചിട്ടേക്കാരം ഈ വ്ളോഗ് മിക്കവാറും അപ്ലോഡ് ആവുന്നതിന്. അപ്പൊ ഇതാട്ടോ നമുക്ക് പോവാനുള്ള വണ്ടികള്. ഇതിൽ ഏത് വണ്ടിക്ക് കയറല്ല സ്പീഡ്? എന്നാലും ഒരു പവർ കാണാനൊരു പവറുള്ള വണ്ടി ഏതാ? എന്താ നിങ്ങളെ അഭിപ്രായം? കാണാതിൽ ഏത് വണ്ടിക്കാ പവർ? എല്ലാം കുഴപ്പമില്ല. എന്നാലും ഒരു പവറുള്ള വണ്ടി ചെറുത്. അയ്യോ ചെറുതിനാ പവറുള്ള അല്ലേ? അപ്പൊ നബീല് പറയണേ, ചെറുതിനത്ര പവർ ചെക്കന്മാര് പറയണേ. അതാണ് നമ്മളെ കയറ്റൂല, പവറുള്ള വണ്ടിയിൽ നമ്മളെ കയറ്റൂല. ഓനൊക്കെ അറിഞ്ഞണ്ടല്ലോ, ഓനൊക്കെ വൺ ഡ്രൈവിങ് സീനിയർ ഡ്രൈവിംഗ് ഉണ്ടാക്കിയ ഓൻ F1 ഉണ്ട്. റേസിംഗ് ഇല്ലേ, TV വിലൊക്കെ കാണൂലേ, അതിലൊക്കെ ഉള്ള ആളാ. അവനുണ്ട്, ഫോർമുലയിലുണ്ട് അവന്. സീന മറ്റേ റേസിംഗ് കാറില്ലേ, അങ്ങനത്തെ ഒക്കെ ഉണ്ട് എനിക്ക് 4 ഇതിലാട്ടോ. എന്തിലാ വെക്കലറിയോ? അൾമാറിയില് ചില്ലില് ഇട്ടച്ചിക്ക. എന്റെ കാർ കളക്ഷൻ പറഞ്ഞെടുത്താ അല്ല പോലും വേണ്ടേ പോലെ വിചാരിച്ചു നമ്മള് തമാശ പറയാം. ഇവരുടെ വണ്ടി ഉണ്ട് അറിയോ? ഈ ഗസ് ഇവരുടെ വണ്ടി ഉണ്ടാവും. എന്നാലും അറിയില്ല. എന്നാലും വെറുതെ പറയാം. ഓൻ്റെ അടുത്ത് വെച്ചിട്ട് അവൻ്റെ അടുത്ത് എങ്ങനത്തെ വണ്ടിയാണ്? റേസിംഗ് കാറും ഒരു BMW. കറക്റ്റ് പറഞ്ഞു ജി, കറക്റ്റ്. BMW ഉണ്ട് കേട്ടോ, ബാക്കിയൊന്നുമില്ല. എംപവർ ഇതാണ് ജി സ്പീഡിന്റെ വണ്ടി അല്ലേ? ആകെ സമ്മതിച്ചില്ല, അങ്ങനെ ചെയ്യല. പരീക്ഷ കോപ്പി അടിക്കലുണ്ടാവും, പക്ഷെ നമ്മള് കോപ്പി അടിക്കലില്ലേ, അതേപോലെയാണ്. നമ്മളത് കേൾക്കരുത്. അങ്ങനെ കേട്ടാ നമ്മള് നന്നാവും. ഇല്ല അല്ലേ വേണ്ട. ഈ തലമുറ എന്തിനാ അവരുടെ കേടെടുത്തണേ? നിങ്ങൾ പറയുന്നത് കേട്ട് ജീവിച്ചു. ജോർജ് കോക്കാട്ടിങ്ങിനോ ഇല്ല? ഓക്കെ കേട്ടോളൂ എന്തായാലും. പവർ സ്റ്റിയറിംഗിലെ സ്റ്റിയറിംഗ് ഭയങ്കര ഹാർഡായിരിക്കും. അപ്പോൾ ഈ ടേൺസിലേക്ക് തിരിക്കും ഫുൾ എച്ച് കൊടുക്കേണ്ടി വരും. ഓക്കെ, പിന്നെ കാട്ടി ഇടിക്കാൻ പറ്റില്ല. അങ്ങനെ ഇടിക്കാൻ ഫസ്റ്റ് തന്നെ ഡിസ്ക്വാളിഫൈ ചെയ്യും. അങ്ങനെ ഇടിച്ച് വണ്ടിക്കെല്ലാം കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ അത് നിങ്ങളോട് പേ ചെയ്യേണ്ടി വരും. ഓക്കെ, ആരാണ് ഡ്രൈവ് ചെയ്യുന്നത് അവരോട് പേ ചെയ്യേണ്ടി വരും. ഓക്കെ, ടോട്ടൽ എത്ര രൂപ? 3.5. നിങ്ങൾക്ക് നിങ്ങളുടെ സേഫ്റ്റി കൂടെ നോക്കണം. നല്ല ത്രോട്ടിൽ ഇടിക്കുകയാണെങ്കിൽ നേരെ ചെസ്റ്റും സ്റ്റിയറിംഗിലേക്ക് ഇഞ്ചർ ആകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ സേഫ്റ്റി കൂടെ നോക്കണം. എല്ലാ ബ്ലാക്ക് ബോക്സ് അത് സൈലൻസറാണ്. കയറുമ്പോഴും കൈട്ട് എങ്ങനെ സൈലൻസർ ആണ്, കൈമ തട്ടിയ ഹോട്ടേക്കാരുണ്ട്. അത് മൊത്തം തുടരും. ഒരു കാരണം വെച്ചാൽ ഓക്കെ
പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് ടൈൽസിൽ ഇടിക്കണം. ഓക്കെ, ഇടിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് വേറെ ഓപ്ഷൻസിൻ്റെ ഡിസ്കൗണ്ട് ചെയ്യും. ലാപ്സ് എത്ര ലാപ്പാ? അതെങ്കിലും ഒന്ന് പറഞ്ഞേ. എത്ര ലാപ്പാ? ഇവൽക്കൊരു പുച്ഛം. നമ്മള് ഫസ്റ്റ് ടൈം ആണ്. ഓൻ പറഞ്ഞു കൊടുക്കുക, ഞങ്ങൾക്കൊന്നും പറഞ്ഞ ആവശ്യമില്ല. കോൺഫിഡൻസ് ഉള്ള ഇത് തന്നെയാണ് ആണ്ടിന് 100 വട്ടം ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി ഇടുന്ന ക്രിസ്ത്യാനോന്റെ കോൺഫിഡൻസ് ആണ് ഏറ്റവും വലുത്. ക്രിസ്ത്യാനോന്റെ കോൺഫിഡൻസ് ആണല്ലോ, അതേമാതിരി കോൺഫിഡൻസ് ആയിരിക്കും. അപ്പൊ ഇതിന് തൊള്ളാന്നല്ല പറയേണ്ടത്, കോൺഫിഡൻസ്. ഓക്കെ, കോൺഫിഡൻസ്. ഓക്കെ, എന്നിട്ട് നമ്മളൊരു പുച്ഛം, ഓർക്ക് കോൺഫിഡൻസ് ഉണ്ടായിക്കോട്ടെ, അതിനിപ്പോ നമുക്ക് പ്രശ്നമൊന്നുമില്ല. പക്ഷെ നമ്മളെന്ത് ചെയ്യാണ്? ക്രിസ്ത്യാനോ പുച്ഛിക്കണില്ല. ഞാൻ പറഞ്ഞത് ഞാൻ ജയിക്കും, അതിന്റെ അർത്ഥം തോൽക്കുന്നതാണ്. അല്ല പറഞ്ഞേ, ഒരു പറഞ്ഞേ മൂപ്പരെ പറഞ്ഞിട്ട് വന്നപ്പോഴേ ഞങ്ങൾക്ക് പറഞ്ഞില്ല വേണ്ട, ഞങ്ങൾ ഇതൊക്കെ ചെയ്താണ്. ഓൻ ഫസ്റ്റ് ടൈം ആണ്, ഓൻ പറഞ്ഞു ആരൊക്കെ അർഷീൻ അസുറൊക്കെ. അപ്പൊ നമ്മൾ ഇനി ബാക്കി കാണിച്ചു ട്രാക്കിൽ നമ്മൾ കാണിച്ചു കൊടുക്കണം. പരിപാടി തുടങ്ങാൻ എനിക്കെന്താ പറയാനുള്ള റേസിംഗ് തുടങ്ങി കുറെ നിബന്ധന ഉള്ളതുകൊണ്ട് ചിലപ്പോ നമ്മള് നല്ലേൽക്കാൻ വേണ്ടി വരും. ചിലപ്പോ നബിൽ തോൽക്കുന്നൊക്കെ എനിക്കൊന്നും പറയാ. ട്രാക്ക് കാണിച്ചതാ, എനിക്കൊന്നും പറയാനില്ല കേട്ടോ. എനിക്ക് നമ്മളെ റൂൾസ് പാലിച്ചിട്ട് വണ്ടി ഓടിക്കുള്ളൂ. അപ്പൊ ഇവിടെ നിങ്ങൾ റെക്കോർഡ് ചെയ്യണം കേട്ടോ, പകർത്തണം കേട്ടോ. ആ സാധനം ബെൽറ്റ് കഴിഞ്ഞിട്ട് അപ്പൊ ചെക്കന്മാര് ട്രാക്കിൽ ഇറങ്ങാൻ പോകട്ടോ. എന്താ സാർ പറയാല്ലേ? നബിയിലൊരു 4 തിരിച്ചില് നിക്കാൻ ചാൻസ് ഉണ്ട്. കൂടുതൽ അത് സാധ്യത. ഓവർ എക്സൈറ്റ്മെന്റാ. ടിക്കറ്റ് എവിടെ? നമ്മളോട് ഒരു കുട്ടിയുണ്ട്, ചെറിയ കുട്ടിയുണ്ട് അല്ലേ? അപ്പൊ കുട്ടീനെ അങ്ങനെ സ്പീഡ് ഓടിക്കാന്ന് പറഞ്ഞു. മോശല്ലേ? കുട്ടീനെ ശ്രദ്ധിക്കണം കേട്ടോ. കുട്ടീനെ വിട്ടോ? എവരോട് ഈ അടി ഇവിടെ കുട്ടികളോട് എല്ലാം അറിയും. അത് നാക്കാണേ, പതുക്കെ പോനെ. എടാ കുട്ടീനെ ഫസ്റ്റ് വിട്ടളാ. അതൊന്നും കുഴപ്പമില്ല, കുട്ടീനൊന്നും മൈൻഡ് ചെയ്യണ്ട. ചൂട്ടോ പാലിച്ച് പറന്നോ. അതിനെ ഓനെ ഓവർടേക്ക് ചെയ്യുമ്പോ സ്ട്രൈറ്റ് നിന്ന് ഓവർടേക്ക് ചെയ്താൽ മതി, അപ്പൊ സീനില്ല. മൂന്ന് പിരാന്തന്മാരാണ്. അവിടെ 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 നേരെ വണ്ടി. അവൻ മറ്റവന് വയ്യൊരിക്കാം. കമ്മ തീരൂല. പോയി പോയി പക്ഷെ ആ കുട്ടി ഒരു ഇടയിൽ കുടുങ്ങിയാണ്ട് ഇങ്ങനെ നിക്കൂട്ടോ. കുട്ടി മേപ്പട്ട് പോവും, എവിടേലും പോവും. അല്ല ഇനി നിക്കണ്ട, ആ തേയിലപ്പോ തോട്ടല്ലേ അങ്ങോട്ട് തെറിച്ചാ ഞാൻ നിക്കൂല. ഓക്കെ ഒന്നും പറയണ്ട, അത് പോയി. അത് ഒരാൾ മുന്നിൽ കയറിക്കണം ആദ്യം. തട്ടോടെ വെയിറ്റ് കൊണ്ട് തീരെ വെയിറ്റ് കുറഞ്ഞ ആൾക്കാർ മുന്നിൽ എത്തുമ്പോ സുഹൃത്തുക്കളെ വാശിയേറിയ മത്സരമാണ്. ആ കുട്ടിയുടെ കാര്യത്തിൽ മാത്രമേ പേടിയുള്ളൂ നമുക്ക്. സൽമാനെ ഞാൻ ആക്കില്ലട്ടോ. സൽമാൻ തീരെ ആക്കില്ല. സൽമാൻ പോണോക്കിയാ കുട്ടിയാകെ ബേജാറായിട്ടോ. അതാ സൽമാൻ ബാക്കിലായിട്ട് ഇത് കഴിയണില്ല. ഇമ്മേ കുട്ടി തന്നാലെ പോയതാ. ആ കുട്ടിക്ക് ആക്സിഡന്റ് പറ്റി. അവിടെ മത്സരം സൈക്കോക്ക് ആക്സിഡന്റ് പറ്റിയാലും രക്ഷപ്പെടുത്താനും നോക്കില്ല. കാക്കമാണെങ്കിൽ മാറിക്കൊണ്ടു സൈക്കോണ വരുന്നത്. ചാനൽ സൽമാൻ.
കിട്ടും, വളവുന്നേ കിട്ടും. അതെ ഇല്ലേ? അങ്ങനെ ഉണ്ടല്ലേ. ഓ അപ്പൊ സൽമാൻ മത്സരിച്ചാൽ ആളുണ്ടാവില്ല. ഇപ്പൊ പോകും മുത്ത. മോനെ കുട്ടി ജസ്റ്റ് മിസ്. സൈഡ് എടുത്ത് പോവാ, കുട്ടി ഫുള്ള് സൈഡ് എടുത്ത്. നിങ്ങള് പോയിക്കോളി കാക്കാരെ പറഞ്ഞാല്. ഈ മരണക്കണിക്ക് ഞാനില്ലാതെ. ലാപ്പായിപ്പോ തന്നെ ആടാ അത് പെട്ടെന്ന് ലാപ്പാവുണ്ടല്ലോ. കുട്ടികളോട്ടന്നെ റൂട്ടനെ ആക്ക് പേൻ തീരാതെ. എടാ കുട്ടി പിന്നെ അവിടെ തന്നെ ഇടിച്ച് സെയിം സ്പോട്ടിൽ. ടയർ ഓടിക്കൊന്നുമില്ല. ആ ടയർ അങ്ങനെ സൈലൻസർ പൊട്ടിയതാ, മണ്ണെണ്ണടി കുടുങ്ങി. പാടില്ല അല്ലേ? പേടിണ്ടോ? എന്തിന് വ്യത്യാസമല്ല അതിലത്. ദിസ് ഇസ് ഗോ കാർട്ട്, നോട്ട് ടൊയോട്ട. നല്ല തരൂല നമുക്ക്. കഴിഞ്ഞോട്ടോ, ബില്ല് കഴിഞ്ഞു. ഗായ്സ് നമ്മളുടെ റൈഡ് കഴിഞ്ഞ് വന്നിട്ടോ. എനിക്ക് കിട്ടിയതൊരു വണ്ടി ആയതുകൊണ്ട് ഞാൻ ലാസ്റ്റ് ഇവല് പോയി കഴിഞ്ഞിട്ട് ഞാൻ അതായത് അടുത്തരാ ഒരു മിനിറ്റ്. അപ്പൊ നമ്മളിതിൽ അറിയിച്ചേ ടയറ് കൂട്ടിയോ? ഇന്റെതാകെ പാളി. ഇവല് പോയി ഇവല് ലാപ്പ് കഴിഞ്ഞ് പിന്നെ ഒരു 3 റൗണ്ട് അടിച്ചിട്ട് ഞാൻ വന്നത്. എനിക്ക് കിട്ടിയ വണ്ടി കുറച്ച് സീനായതുകൊണ്ട് ഒന്നും നടന്നില്ല. ആ വണ്ടി ഒന്ന് ഓടിച്ചു നോക്കാം, അപ്പൊ മനസ്സിലാവട്ടെ എന്താ അവസ്ഥ. അപ്പൊ ഇനി ബാസിലും അസറും ജാസിം അർഷിൻഡ്രാ. അർഷിയും പോകുന്നുണ്ട്. നമുക്ക് എന്തായാലും ഇപ്പൊ നോക്കി വെക്കാം. എന്താ പറയാ സറോ, ഓർക്ക് വീഡിയോ കാണുമ്പോ തന്നെ മനസ്സിലാവും ആരാ എക്സ്പീരിയൻസ്ഡ് അല്ലാത്തുള്ളത്. അപ്പൊ നമ്മളെ അപ്പൊ തൊള്ള 100 പ്രവൃത്തി 100 പൂജ്യമാണോ അല്ലേ നമുക്ക് കാത്തിരുന്ന് കാണാം. ജസീമിന് എന്താ പറയല്ലേ? ഹൈലി കോൺഫിഡന്റ്. ഞാനെന്താ വെച്ചാൽ ആദ്യമായിട്ടാണ് ഇത് ട്രെയിൻ. അതിന്റേതായിട്ടുള്ള ഒരു ഞാനും ആദ്യമായിട്ടാണ്. അപ്പൊ നമ്മളൊക്കെ ആദ്യമായിട്ടാണ്. അപ്പൊ നമ്മള് മത്സരിക്കാൻ പോണത് പ്രോ ഡ്രൈവേഴ്സിനായിട്ടാണ്, വിഷയമല്ല. പക്ഷെ നമ്മളെ സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ എടുത്തു. ഞാൻ അറിയില്ല. അർഷി പറയ്, ഇതിനു മുമ്പ് എത്ര വട്ടം ചെയ്തിരിക്കണേ? നീയല്ലേ ഒന്ന് എക്സ്പീരിയൻസ് പറഞ്ഞ എങ്ങനെ ഉണ്ടായിനി? എനിക്ക് ഏറ്റവും ഇഷ്ടമായി ജോർജിയത്. അതായത് അർഷി എന്ന് പറഞ്ഞാൽ ഇവിടെ നാട്ടിൽ ഇന്ത്യയൊന്നും ചെയ്യൂല. മിനിമം ഇന്റർനാഷണൽ പോയിട്ട് പിടിക്കല്. അതായത് ഗോക്കാട്ടൊക്കെ ചെയ്യുകയാണെങ്കിൽ മിനിമം ഇന്റർനാഷണൽ. ഇവിടുത്തെ എങ്ങനെ ഉണ്ടാവുന്ന അർഷി എക്സ്പീരിയൻസ് പറയട്ടെ, എങ്ങനെയുണ്ട്? നികാലിന്റെ ഡ്രിഫ്റ്റ് കൊണ്ട് ഇതിന്റെ ടയർ പൊട്ടി. ഈ വണ്ടി ഞാൻ എടുത്താൽ ഇത് എന്റെ വണ്ടി അല്ലേ? എടാ കാക്ക, ആ കുട്ടീനെ മുമ്പിൽ വിടാൻ പറ്റുമോ? ആ കുട്ടീനെ നേരത്തെ വിടാൻ പറ്റുമോ? പറ്റുന്നവരോ? കുട്ടീനെ വിട്ടില്ലെങ്കിൽ ഓനെ കൂടെ ചെറിയ കുട്ടിയാ. അപ്പൊ സുഹൃത്തുക്കളെ, വാശിയേറിയ മത്സരം നടക്കുമ്പോൾ സൽമാൻ എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ്? എനിക്ക് ഞാൻ വണ്ടിയിൽ ലുക്കൊക്കെ എടുത്ത് വണ്ടി ലുക്ക് നോക്കിയെടുത്തു. പക്ഷെ കയറി കുറച്ചായപ്പോ മനസ്സിലായി. അത് അതാണ് ജയിച്ച്, അല്ലാതെ ഓട്ടം വെച്ചോണ്ട് എന്നിട്ട് തൊള്ളൊന്നും ഇടുന്നില്ല. ഇത്രയും പറഞ്ഞില്ല, ഞാൻ തൊള്ളില്ല, കഴിഞ്ഞിട്ടാ തൊള്ളുണ്ട്. അപ്പൊ അസുർ മാത്രമേ പ്രോ ഡ്രൈവർ ഉണ്ടോ? അപ്പൊ ആരെ ജയിക്കും നോക്കാം. നമ്മളൊക്കെ ഫസ്റ്റ് ടൈമാണ്. അപ്പൊ എന്താ വെച്ചാൽ മൂപ്പര് എനിക്ക് ഇതിന്റെ ക്ലാസ് എടുക്കാൻ വന്നപ്പോ പറഞ്ഞു ഇവര് ജയിച്ചോട്ടെ, പക്ഷെ ഫസ്റ്റ് ടൈമുള്ള നിങ്ങൾ രണ്ടാളും മത്സരമുണ്ട്. ഞാനും ജസീം. അപ്പൊ ഓരോ ക്ലാസ്
ക്ലാസ് എടുക്കാൻ വന്നപ്പോ അർഷി അസുരന്റെ പറഞ്ഞാലേ ഷൂ ആണ് ഏറ്റവും നല്ലത്. ഇത് ഊരുണ്ട്, ഇതേ ഇത് ഊരുണ്ട് ചവിട്ടുമ്പോ, ലൂസാവുണ്ട് ചവിട്ടുമ്പോ. ഷൂ ആണ് ഏറ്റവും നല്ലത്. ഷൂ ആണ് ഏറ്റവും സുഖം. അപ്പൊ ഇല്ലേക്ക് ഏറ്റവും നല്ല വണ്ടിയാണ് ഇതാണ് ഏറ്റവും ബെസ്റ്റ് വണ്ടി. 2 നമ്പർ ടയർ ഓട്ടിക്കുന്നത് എന്നാ ബാസിൽ ഞാൻ എടുത്താലോ തോന്നുന്നു 2ാം നമ്പർ ബെസ്റ്റ് വണ്ടി. ബെസ്റ്റ് വണ്ടി ബെസ്റ്റ് ഡ്രൈവറും ആണ് ഇത് മേടിക്കണത്. അതങ്ങനെയാണ്, ഫെറാറി ബെസ്റ്റ് ഡ്രൈവറിനെ വാങ്ങുള്ളൂ. അതേമാതിരി കേട്ടോ ഞാൻ ഓടിച്ച വണ്ടി കട്ടപ്പുറത്തേറിയ വണ്ടി എന്താ ഞാൻ ഓടിച്ച് റിവ്യൂ പറഞ്ഞു വണ്ടി ഇതല്ലാന്ന് പറഞ്ഞു. വണ്ടി നേരെ സ്പോട്ടിൽ കട്ടപ്പുറത്തന്നെ എത്തി. വണ്ടി പണി ഇജി ജയിച്ചടാ. ഇജി ജയിച്ച എന്തുകൊണ്ടാ മനസ്സിലായില്ലേ? കേട്ടില്ലേ? ഫസ്റ്റ് എടുത്ത് പോയി, അതുകൊണ്ടാ ജയിച്ചു. അതന്നെ അതൊക്കെ രണ്ടാൾക്കാര് റെഡിയാവും പോയി വണ്ടി. എന്തോ ഒരു കഥ. ആ മോളു ഗോകാട്ടിങ്ങിന് പോവാൻ നിക്കാട്ടോ. ബാസിൽ മെസ്സേജ് അയച്ചിട്ടില്ലയോ? ബാസിൽ ആരോടേലും പറയാണ്ടോ റേസിങ്ങിന് പോണ്? പറഞ്ഞിട്ടില്ല. ആരോടേലും പറയണെങ്കിൽ പറഞ്ഞിട്ടോ പറയാ. അങ്ങനെ തന്നെ. സ്റ്റാറിങ്ങോ അങ്ങനെ തന്നെയാണ്. ബാസിൽ ഇത് ഫെറാരി അല്ലേ? മത്സരം തുടങ്ങിട്ടോ. മൗണ്ടൈൻ റേസ്. ആരൊക്കെ വന്നിട്ടുണ്ട്? അസുറു അർഷി 4 നിക്കല്. 2 ചെക്കേണ്ടി വരും. ബാക്കിൽ വെക്കേണ്ടി വരും. ദാ ഫുഡ് അർഷേ അപ്പുറത്തോളയിൽ മന്തിണ്ട് കേട്ടോ. അപ്പുറത്തോളയിൽ മന്തിണ്ട്. ബാമിട്ടോളി എടാ അങ്ങനെ. ആ ജസീമ ആരാ ഇപ്പോ? അടുത്തത് ജസീം കാ. ദുഫായിൽ നിന്നും തോൽക്കാൻ വേണ്ടി വന്ന ജസീം. ഫ്രണ്ട് കയറിക്കുന്നുണ്ടോ? അരമണിക്കൂർ ഇവിടെ പോട്ടെ. ആരൊക്കെ എവിടെയൊക്കെ നിക്കാന്ന് പറഞ്ഞിട്ട് ആ സ്റ്റാർട്ടായി. തീ പോരാട്ടം. ഇതാ അസുറു. ഇത് അവിടെ ഒരു ഇടി എടുക്കാം. മഞ്ഞില്ലേ? ഒരു ഇടി എടുക്കും അവിടെ. മഞ്ഞടിക്കൂട്ടാ. ആ ഇടിച്ച്. അർഷി എന്നും ചെയ്യലുണ്ട് പ്രോ ഡ്രൈവിംഗ് കേട്ടോ. ബാസിൽക്ക് ബാക്കോട്ടല്ലേ പോണേ. വമ്പ ഓവർടേക്ക് ബാസിൽ കാണാ. ബാസിൽ കേറടാ. ബാസിൽ കേറി. എടാ ജസീമല്ലേ? ജസീം കിട്ടോ? ജസീം ഓവർടേക്ക്. അതൊരു സീൻ ഡ്രൈവിംഗ്. അല്ല ആരെങ്കിലും ഒരാള് കൂട്ടി വിട്ടു എന്തായാലും. ആ 3 മത്സരം. വണ്ടിക്കല്ല പവർ ഉണ്ടോ? അല്ലേ? നല്ല പവർ ഇല്ല വണ്ടിക്ക്. ഇതിലുണ്ടല്ലോ അർഷിന്റെ അടുത്ത് കയറാം. അർഷിന്റെ അടുത്താന്നോ? അർഷേ അടുത്ത ഷോപ്പ് കുരിപ്പേ. കേട്ടോ. ചെങ്ങനെ പോയി പിടിക്കോ അസുറു. അതാ സ്റ്റോപ്പ് ആക്കാന്, സ്ലോ ആക്കാന്. ജസീം മത്സരിച്ചിരുന്നു സ്ലോ ആക്കാന്. ബാസിലിപ്പോ കൊണ്ട് കുത്തിച്ചിട്ടോ. അസുർ വൻ മോട്ടർ. അസുർ പറഞ്ഞ പോലെ അസുർ തന്നെ ജയിച്ചേട്ടോ. ജസീമ ബാക്കിലാണ്. ബാസിലെ വെയിറ്റ്. ആര് കേക്കണേ? ഒരു റൗണ്ട് ലീഡിട്ട് ബാസിനെ ഒട്ടിക്കാൻ പോട്ടോ അസുറു. ആ ബാസിലേക്ക് അസുറിനെ ഒട്ടിക്കണ്. അർച്ചി. ഓ ബാസിലിക 1 പ്രോ. ജസീം ഏറ്റവും ബാക്കിലായോ? ലാസ്റ്റ് റൗണ്ട് തോന്നുന്നുണ്ട്. അത് കരിഞ്ഞ മണക്ക വരുന്നുണ്ട്. ടയർ പൊട്ടാനായി തോന്നുന്നുണ്ട്. അർഷി കമോൺ.
വെട്ടിക്കുമോ ആണ് മുമ്പില് പക്ഷെ വെട്ടിക്കുമല്ലേ കളി കേട്ടോ ഇങ്ങനെ ഹർഷിക്കുഞ്ഞുണ്ട് നമുക്ക് അസുറിനെടുത്ത് പോയി വെക്കാം. അപ്പൊ അസുർ ഫസ്റ്റ് പിടി ഒരു കൈയൊടിക്കലൊക്കെ ഉണ്ടാവും കേട്ടോ. അസുറോ ഇനി അസുറുവിന്റെ മാസം ഉണ്ടാവും കേട്ടോ. കൈയെടുക്ക അസുറോ. എന്താ പറഞ്ഞേ ഒരു ലാബ് മുന്നിലാ ഞാൻ പറഞ്ഞില്ലേ ഞാൻ നൈസായിട്ട് പോയല്ലോ. അർഷി കൊടുങ്ങാൻ കാരണം എന്താ അർഷിങ്ങൾ ഇടിച്ചെന്റെ നിങ്ങൾ രണ്ടാളും ഇടിച്ചോണ്ടാണ് അർഷായിട്ട് കയറ്റി. ഏറ്റവും സെയിം ഡ്രൈവിംഗ് നിഹാല് പറഞ്ഞത് ശരിയാ, അത് കൊടുത്ത വണ്ടി നീങ്ങണില്ല. അതായിരിക്കും നടന്ന പോലെ നല്ല ടൈമിങ്ങാ കേറി പോവാനേ. ഇത് ഞങ്ങള് ഇവനെ വന്നിരിച്ചേ ഞാൻ പറഞ്ഞ പോലെ ഞാൻ ആ വാക്ക് പാലിച്ച് ഞാൻ ഫസ്റ്റിലേക്ക് ഉണ്ട്. ഇനി എനിക്കെന്താ വെച്ചാൽ ഞാൻ തുല്യത ആഗ്രഹിക്കുന്ന ഒരാളാണ്. അപ്പൊ ബസ്സിൽ മേലെ കയറും തുല്യത ആഗ്രഹിക്കുന്ന ആളാണ്. ഫസ്റ്റ് ആണ് ഷെയർ ചെയ്യാൻ മാത്രല്ല നമ്മള് നേരത്തെ കൊടുത്തു. തോറ്റിട്ട് കേറില്ലേ? അല്ല നമുക്ക് നമ്മള് തുല്യത ആഗ്രഹിക്കുന്ന ആൾക്കാരൊക്കെ ഞങ്ങള് ഫസ്റ്റ് നബീലിന് കൊടുക്കില്ല. ഞങ്ങള് തുല്യത ആഗ്രഹിക്കുന്ന പോയി. അപ്പൊ എന്തായാലും നമ്മള് അപ്പൊ വാ പറയട്ടെ ഞാല് വാ പറഞ്ഞോ. അപ്പൊ ഗൈസ് സംഭവം ശരി തന്നെയാണ്. കേരളാസ് ബിഗ്ഗസ്റ്റ് ഗോ കാർട്ടിംഗ് ഒക്കെ തന്നെയാണ് ഇത്. പക്ഷെ അല്ല ഇവിടെ ഇതിച്ചതാ. പക്ഷെ എന്താ വെച്ചാൽ നിങ്ങൾ ശരിക്കും ഒരു ഗോ കാർട്ടിംഗ് എക്സ്പീരിയൻസ് ചെയ്യാൻ വിചാരിച്ച് വരുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ഇത് പ്രൊമോഷൻ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമല്ല. റിയൽ ഹോണസ്റ്റ് റിപ്ലൈ ഞാൻ എനിക്ക് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് അതെന്താ വെച്ചാൽ നിങ്ങൾ ഇങ്ങോട്ട് വരണം. കാരണം അതിന് മാത്രമല്ല സെറ്റിങ്സും സെറ്റപ്പ് ഒന്നും ഇല്ല. കാരണം ഒരു ടയർ പൊട്ടിയിട്ട് തന്നെ മാറ്റാനും വേണ്ടി രണ്ട് കളി പിന്നെയും കളിപ്പിച്ചു വേറെ ടീമിനെ. എന്നിട്ടാണ് ടയറൊക്കെ മാറ്റുന്നത്. അത് പൊട്ടട്ടെ എന്നുള്ള മൂഡിലാണ്. അപ്പോൾ നിങ്ങൾ എന്താ വെച്ചാൽ ഒരു ഗോ കാർട്ടിങ് റിയൽ സാധനം എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ട് ആഗ്രഹിച്ച് നിൽക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നേരെ എന്ത് ചെയ്യുക ഹൈലൈറ്റ് പോകുക. അത് ടോപ്പാണ്. കാരണം എന്താ വെച്ചാൽ അതൊരു മാളിൻ്റെ ഉള്ളിലായതുകൊണ്ട് അതിനനുസരിച്ചുള്ള മെയിൻ്റെനൻസ് സീന്. അതെ കുട്ടികളെ നമ്മളടി കൂടെ വിടുന്നത്. അത് വെച്ചാൽ കുട്ടികളാണ് ഇങ്ങനെ സ്പീഡിലായിട്ട് പോകുമ്പോൾ തട്ടിക്കഴിഞ്ഞാൽ നല്ല സീനാവും ചെയ്യും. അപ്പൊ നിങ്ങൾ ഗോ കാർട്ടിങ് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി മനസ്സറിഞ്ഞ് വിചാരിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ വേറെ എവിടെയും പോവാ. വയനാട്ടിൽ കൂടെ പോകണമെന്നുണ്ടെങ്കിൽ കയറിക്കോളി. അല്ലാതെ അതിനായിട്ട് വരണമെന്ന് ഞാൻ പറഞ്ഞില്ല. അപ്പൊ ഞാൻ എന്തായാലും എൻ്റെ വ്ളോഗ് ഇതാക്കിയോ. അപ്പൊ കാരണം എല്ലാ വണ്ടികളും കറക്റ്റ് അല്ല. ഇത് കൊടുത്ത് നീങ്ങി പോണെന്നുണ്ടെങ്കിൽ എത്ര നേരം. സത്യം എനിക്ക് കിട്ടിയ വണ്ടി ഞാൻ പറയില്ല. ഷെയറിംഗ് ഒക്കെ കടന്നാടില്ല. ലാസ്റ്റ് ഞാൻ തന്നെ അല്ലാതെ നോക്കി നമുക്ക് അറിയാത്തോണ്ടല്ല. ഇയാളത് ചൂടാണ്. അരച്ച് എന്നിട്ട് നമുക്ക് അറിയാത്തോണ്ടൊന്നല്ല. പ്രശ്നമാണ്. അപ്പൊ എന്തായാലും ഇനി എന്താ നമ്മളെ പ്ലാന്? ഇനി എന്തായാലും നമുക്ക് എന്തായാലും ഇവിടെ നിന്ന് ഇറങ്ങി വന്നിരുന്നു. ഹലോ ഗൈസ്, അപ്പൊ നമ്മള് തിരിച്ചെത്തി. ഇന്നലെ തിരിച്ചെത്തി. ഇന്നലെ വന്നിട്ട് നേരെ നല്ല ഉറക്കം ഉറങ്ങി.
വ്ളോഗിന്റെ എൻഡിങ് ഒന്നും വ്ളോഗിന്റെ എൻഡിങ് ഒന്നും എടുക്കാറില്ല. നേരെ വന്നേക്കണ ഒറ്റ ഉറക്കേന്. ഇതോടെ ആരൊക്കെ കണ്ണൊക്കെ ഉള്ളിക്ക് പോയിന്. ഇവിടെ പോയ കണ്ണൊക്കെ വന്നോ? സൈക്കോന്റെ പോയിട്ടില്ലല്ലേ? അവിടെ ഉണ്ട്. എനിക്കോ കുഴപ്പമില്ല, ജെസിക്കാക്ക് കുഴപ്പമില്ല. അപ്പൊ ഞങ്ങള് നല്ല പെരുന്നാളായിട്ട് നല്ല മന്തി തിന്നാൻ പോവാണ്. അപ്പൊ ഇന്ന് 3-ാം പെരുന്നാൾ, 4 പെരുന്നാളാണ്. ഇന്ന് 3-ാം പെരുന്നാള്. 2-ാം പെരുന്നാൾക്ക് അണ്ണൻ കപ്പ് തൂക്കി. അപ്പൊ എന്തായാലും നമ്മളീ വ്ളോഗ് ഇവിടെ അവസാനിക്കാണ്. അപ്പൊ വീണ്ടും നമുക്ക് അടുത്ത വ്ളോഗിൽ വീണ്ടും കാണാം. നല്ല മനുഷ്യൻ എന്തിനാണ് ചെങ്ങായി സ്റ്റാറ്റസ് ഒക്കെ സ്റ്റോറി കിട്ടിക്കണേ. കപ്പടിച്ച് സെമി ഫൈനൽ എവിടെ കപ്പടിച്ചിക്കണേ? എന്താ സൈക്കോ എന്റെ കണ്ണല്ല, സൈക്കോന്റെ കണ്ണല്ല പോയിക്കണേ. സൈക്കേ കണ്ണല്ല വെക്കണപ്പോ, കണ്ണവിടെ ഉണ്ട്. സൈക്കന്റെ ചെറിയൊക്കെ അവസാനം ഇതുവരെ ഗ്രാഫൊക്കെ ഇങ്ങനെ ഒരു ഇതില് പോവേനെ. അപ്പൊ എന്തായാലും നമ്മള് ഫുഡ് കഴിക്കാൻ പോവാണ്. അപ്പൊ നമുക്ക് വീണ്ടും അടുത്ത വ്ളോഗിലാണ്. അടുത്ത വ്ളോഗ് നമ്മള് പ്ലേ ബട്ടൺ വ്ളോഗ് ഒക്കെ കേട്ടോ. നമ്മള് പ്ലേ ബട്ടൺ വ്ളോഗിൽ വീണ്ടും കാണാം. ബൈ ബൈ. ബൈ. ബൈ.